ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കേരള പോലീസിൻ്റെ കോൺസ്റ്റബിൾ IRB റിക്രൂട്ട്മെൻറ്റ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഫോഴ്സിലേക്കുള്ള റെഗുലർ വിങ്ങിൻ്റെ എൻഡ്യൂറൻസ് ടെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെയും ഡേറ്റുകൾ നിലവിൽ കേരള PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ കേരള പോലീസിൻ്റെ IRB റിക്രൂട്ട്മെൻറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളാരും കേരള പോലീസിൻ്റെ IRB ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഫോഴ്സിലേക്കുള്ള റെഗുലർ വിങ്ങിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നിലവിൽ അവസാനിച്ചിട്ടില്ല. 29/1/2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കാം. അപ്പോൾ കേരള പോലീസിലേക്ക് ഒരു IRB ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല റിക്രൂട്ട്മെൻറ്റാണ് റെഗുലർ വിങ്ങിൻ്റെ. അപ്പോൾ നിങ്ങളാരും മാക്സിമം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോസ് ഓൾറെഡി ചാനലിൽ അവൈലബിൾ ആണ്. വീഡിയോ കാണാത്തവർ എത്ര വേഗം കണ്ട് അപേക്ഷ സമർപ്പിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്നാണ്, അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റുകൾ എന്നാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. നിലവിലെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എൻഡ്യൂറൻസ് ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സെപ്റ്റംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എൻഡ്യൂറൻസ് ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എൻഡ്യൂറൻസ് ടെസ്റ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നത് നോക്കുകയാണെങ്കിൽ 3 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. 3 കിലോമീറ്റർ റണ്ണിങ് 13 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും എൻഡ്യൂറൻസ് ടെസ്റ്റ് പാസ് കിടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റുകളും നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ മാസങ്ങളിലാണ് ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നത് നോക്കുകയാണെങ്കിൽ 2025 ഡിസംബർ, അതുപോലെ തന്നെ 2026 മാർച്ച് മാസങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് നടക്കുക. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനിരിക്കുന്നവർ ഈ ഒരു സമയങ്ങളിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എൻഡ്യൂറൻസ് ടെസ്റ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിന് തയ്യാറെടുക്കുക. നിലവിലെ ഈ ഒരു ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ്, ഏകദേശ ഡേറ്റുകളാണ്. ചിലപ്പോൾ ഇതിൽ ഒന്നുകിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. അപ്പോൾ അതിന് രണ്ടിനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏകദേശ ഡേറ്റിൽ ഫിസിക്കലിനും അതുപോലെ തന്നെ എൻഡ്യൂറൻസിനും തയ്യാറെടുക്കുക. നിലവിലെ ഈ ഒരു ഡേറ്റുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കേരള PSC ആണ്. കേരള PSCയുടെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ നിങ്ങൾക്ക് ഇപ്പോൾ കേരള PSCയുടെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ കേരള PSCയുടെ വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. 15/1/2025 കേരള PSC പുറത്തിറക്കിയിട്ടുള്ളതാണ് ഈ ഒരു വിജ്ഞാപനം അല്ലെങ്കിൽ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടാതെ തന്നെ കേരള PSC ഈ ഒരു വർഷം നടത്താൻ പോകുന്ന എല്ലാ ടെസ്റ്റുകളുടെയും ടെൻറ്റേറ്റീവ് ഡേറ്റ്സ്, അതായത് എൻഡ്യൂറൻസ് ടെസ്റ്റിൻ്റെയും ഫിസിക്കൽ ടെസ്റ്റിൻ്റെയും ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഏത് പോസ്റ്റാണോ ആ ഒരു പോസ്റ്റിൻ്റെ എൻഡ്യൂറൻസ് ടെസ്റ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.